എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോ എന്നെ വിളിക്കായിരുന്നു എന്താ? നാളെ എന്റെ ഭാര്യയാകേണ്ട ആളെ ഈ നിൽക്കുന്നത്. അല്ല, നിനക്ക് കരിക്ക് പറയട്ടെ? ഞാൻ പറയാം. ചേട്ടാ, വെള്ളമുള്ള കരിക്കെടുത്തേക്ക്. ശരി. വക്കീൽ സാർ ഇവളോട് സാറിന്റെ ഇഷ്ടം പറഞ്ഞല്ലോ. ഇവളോട് മാത്രമല്ല, ഇവളുടെ വീട്ടിലും ചെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അവർക്കൊക്കെ വലിയ സന്തോഷമായി. ഇവൾക്ക് പക്ഷേ വക്കീൽ സാറിന്റെ പ്രപ്പോസൽ കണ്ടപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പൊന്മുടിയിൽ ഗസ്റ്റ് ഹൗസിൽ ഒത്തുകൂടിയത്. ശക്തമായ മഴ കാരണം റോഡ് ബ്ലോക്കായി. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ വൈകിയത്. എന്നിട്ട് എന്തേലും തീരുമാനമായോ? എടാ, ഒരു തീരുമാനമായിട്ടില്ല. നന്ദു നിന്നെ ഒരു ഏട്ടനായിട്ടാ കണ്ടിട്ടുള്ളത്. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ മാറ്റി ചിന്തിക്കാലോ. എന്തായാലും എന്റെ അച്ഛൻ ഉടനെ വരും. അത് കഴിഞ്ഞാ എന്റെ വീട്ടുകാരെല്ലാരും കൂടെ നന്ദുവിന്റെ വീട്ടിലേക്ക് വരും. അല്ല, അതിന് നിന്റെ അമ്മ പൂർണ്ണമായിട്ടും ഈ ബന്ധത്തിന് അനുകൂലിക്കുന്നുണ്ടോ? തന്റെ അടിയായ പെൺകുട്ടിയെ മരുമോളാക്കുന്നതിൽ അമ്മയ്ക്ക് ഇപ്പൊ എതിർപ്പൊന്നുമില്ല. പിന്നെ നന്ദുവാണ് പെൺകുട്ടിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോ അതിന് നിന്റെ അമ്മ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ഞങ്ങൾ ഇന്നലെ മുതലേ പൊന്മുടിയിൽ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതിനിടയ്ക്ക് രാവിലെ പുറപ്പെടാൻ നോക്കിയപ്പോഴാ റോഡ് ബ്ലോക്കാന്നറിഞ്ഞേ. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിയോട് വിളിയായിരുന്നു. സാരമില്ല, അതൊക്കെ ഞാൻ സോർട്ട് ചെയ്തോളാം. ഒന്നുമില്ലെങ്കിലും നാളെ നീ എനിക്കൊപ്പം ജീവിക്കേണ്ട പെൺകുട്ടിയല്ലേ. അപ്പോ നിങ്ങളുടെ ടെൻഷനൊക്കെ അവസാനിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ? ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നതെന്നും നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നും ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. ഇനിയിപ്പോ നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടേ ആർക്കും സംശയവും തോന്നില്ല. പിന്നെ ഞാൻ അനിയോടെ നന്ദുവിനോടുള്ള ഇഷ്ടമൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അത് അനി ഇവളെ അറിയിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അനി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളാരാണെന്നൊന്നും പറഞ്ഞില്ല. ആ സമയത്തൊക്കെ ഞാൻ അനിയെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാ മറുപടി പറഞ്ഞോണ്ടിരുന്നേ. അതുകൊണ്ടാ നന്ദു നിന്നെ ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതും. സാരമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. എന്റെ പ്രൊഫഷനായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടിയാ നന്ദു. അതുകൊണ്ടാണ് നന്ദു എന്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നന്ദുവിന്റെ വീട്ടുകാരെല്ലാരും ഹാപ്പിയായ സ്ഥിതിക്ക് നമുക്ക് സീരിയസ് ആയിട്ട് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോവാം. എന്നിട്ട് കുറെ വട്ടം കറക്കിയതല്ലേ, രണ്ടാളും കുറച്ച് ടെൻഷൻ അടിക്കേ.